പുതിയൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുകയാണ്. സ്ഥിരം വീഡിയോയിൽ നിന്നും വേറിട്ട് മാറി ഒരു വീഡിയോ ഞാൻ ഈ വട്ടം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഒരു അൺബോക്സിംഗ് വീഡിയോ. ഞാൻ പുതിയ ലാപ്പ് മേടിച്ചായിരുന്നു. അപ്പം അതിനെ നിങ്ങളുടെ മുന്നിൽ കാഴ്ച വയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. നമുക്ക് അധികം കഥകളൊന്നും പറയാതെ ആ ലാപ്പിലേക്ക് തന്നെ പോകാം. ഇതാണ് ഞാൻ മേടിച്ച ലാപ്പ്. ഇതിന്റെ പേര് ASUS ExpertBook P1 എന്നാണ്. റിലേറ്റീവ്ലി പുതിയൊരു ലാപ്പാണ്. മാർക്കറ്റിൽ ഇറങ്ങിയിട്ട് അധികം നാളാകാത്തൊരു ലാപ്പാണ്. അപ്പോൾ എനിക്ക് എൻ്റെ യൂസിന് അത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ലാപ്പ് വേണമായിരുന്നു. കുറച്ച് പ്രൊഫഷണൽ ലുക്സ് വരുന്ന ലാപ്പ് വേണമായിരുന്നു. അങ്ങനെ ഒരു ലാപ്പ് എൻ്റെ ബഡ്ജറ്റിന് ഒതുങ്ങിയൊരു ലാപ്പായിരുന്നു. ഒരു 35-40 റേഞ്ചിൽ വരുന്ന ലാപ്പാണിത്. ഓക്കെ, അൺബോക്സിംഗ് മുന്നേ ഇങ്ങനെയാണ് പ്രസന്റേഷൻ വരുന്നത്. ഓക്കെ, മൊത്തത്തിൽ ഓൾമോസ്റ്റ് പ്ലാസ്റ്റിക് ഫ്രീ പാക്കേജിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് ബോക്സ് കണ്ടന്റ്, ലാപ്ടോപ്പ് ഉണ്ട്, പിന്നെ പഠിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ളവർക്ക് തരുന്ന കമ്പനിക്കാർ തരുന്ന ബുക്സുകളുണ്ട്. അതല്ലാതെ ഇതിനകത്ത് എക്സ്പാൻഷൻ ഫീച്ചേഴ്സ് ഒക്കെ അവർ തന്നിട്ടുണ്ട്. അതിന് വേണ്ടുന്ന സ്ക്രൂവും M.2 SSD-യുടെയാണ്. അതിന് വേണ്ടുന്ന സ്ക്രൂവും തെർമൽ പാഡും ചേർന്നിട്ടുണ്ട്, ചെറിയത്. പിന്നെ ഇതിൽ വരുന്നത് ചാർജർ അഡാപ്റ്ററാണ്. അതിനകത്ത് മാറ്റുന്നത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ലഭിക്കുന്നില്ല. തൽക്കാലം നമുക്ക് മാറ്റിയിരിക്കും. ചാർജർ വരികയാണെങ്കിൽ അവിടെ 65 വാട്ടിന്റെ നല്ലൊരു ചാർജറാണ് കിട്ടുന്നത്. അത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് C-Type ചാർജറാണ്. 65 വാട്ടിന്റെ ചാർജറാണ്. അപ്പോൾ 65 വാട്ടിൽ നമ്മുടെ ഒരു ഫോൺ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഫോണിന്റെ ചാർജറും ഇതിന് സൂട്ടാവാം. നമ്മൾ പല ചാർജർ കൊണ്ടുനടക്കേണ്ട ആവശ്യം ഈ ലാപ്പ് ഉപയോഗിക്കുന്നതിൽ നിന്നും രക്ഷപ്പെടും. ഈ ലാപ്പിലും ആകെ C-Type ചാർജിങ് ഫെസിലിറ്റി മാത്രമേ ഉള്ളൂ. വേറെ ചാർജിങ് ഫെസിലിറ്റീസ് ഒന്നുമില്ല, പോർട്ടും കാര്യങ്ങളുമില്ല. അത് ചാർജ് ചെയ്യാനുള്ള പോർട്ടും കാര്യങ്ങളുമില്ല. അല്ലാതെ കുറച്ച് ഒരുപാടുണ്ട്. ഇത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം, 65 വാട്ടെന്ന് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തുകൊണ്ടും ക്ലാരിറ്റി വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത്രയാണ് നമുക്ക് ഇതില് കിട്ടുന്നത്. ഇനി നമുക്ക് എല്ലാം അങ്ങോട്ട് മാറ്റി. ഓക്കെ, ലാപ്പിലേക്ക് കിടക്കാം. മാറ്റി മേടിച്ച ലാപ്പാണേ. ഓക്കെ, ഇത് ഞാൻ മിസ്റ്റി ഗ്രേ എന്ന് പറഞ്ഞ വേരിയന്റാണ് എടുത്തത്. ഇതൊന്ന് ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അതാണ് ഇതിന്റെ വേറൊരു അധികം വെയിറ്റ് കുറഞ്ഞ ഒരു ലാപ്പാണ്. പോർട്സ് എല്ലാം നല്ലോണം തന്നെ ഈ ലാപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നിങ്ങളെ തന്നെ ആദ്യമായിട്ട് കാണിക്കാം. അതിനല്ല, നേരത്തെ തുറന്നു നോക്കിയായിരുന്നു. ഓക്കെ, this is the lap and okay, this is the full set keypad വരുന്ന കീബോർഡാണ് വിത്ത് നമ്പർ പാഡ്. ബാക്കിൽ കീബോർഡ് ഒന്നും അല്ല, അതാണ് ഇതിനാകെ പറയുന്നത്. അല്ലാതെ സ്പെക് വൈസ് നല്ല സ്പെക്കുള്ള ലാപ്പാണ്. പ്രൈസ് കമ്പാരിസൺ ചെയ്തിട്ട് ഞാൻ ഇത് ഓണാക്കിയാണ്. ഇത് ഞാൻ ഒരു ബൂട്ട് കഴിഞ്ഞ് ഫുൾ സെറ്റ് ചെയ്ത് അപ്ഡേറ്റ് എല്ലാം ചെയ്താണ്. എനിക്ക് ഒരു 4-5 മണിക്കൂർ എടുത്തായിരുന്നു ഫുൾ സെറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇതിൻ്റെ കൂടെ MS ഓഫീസ് ഫ്രീ ആണ്, 2024. പിന്നെ MS 365 അതും ഫ്രീ ആണ് ഒരു വർഷത്തേക്ക്. ഓക്കെ, വിൻഡോസ് ഹലോ സപ്പോർട്ട് ഉണ്ട് വിത്ത് ഫിംഗർ പ്രിന്റ് നേരത്തെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമ്മൾ തുടക്കത്തിൽ തന്നെ ഇതിനെ ലിഡ് ഒറ്റ കൈ കൊണ്ട് തുറക്കാൻ നോക്കുകയാണെങ്കിൽ കുറച്ച് കഷ്ടപ്പെടും. അപ്പം എൻ്റെ കൈ ക്യാമറ ഇരിക്കുന്നുണ്ട്, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഞാൻ തുറന്നു. എന്നാലും കുറച്ച് കഷ്ടപ്പാടാണ്. അപ്പം ഒറ്റ കൈ കൊണ്ട് തുറക്കുന്ന കാര്യം കുറച്ച് പാടാണ്. പിന്നെ വിൻഡോസ് ഹലോ സപ്പോർട്ട് ഉണ്ട്. അത് നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ പ്രൈവസി ഷട്ടർ ഉള്ളതാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഹാക്ക് ചെയ്താൽ നമ്മളെ ആരും കാണാൻ പോകുന്നില്ല. ഓക്കെ, പക്ഷേ ഷട്ടർ ക്ലോസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രശ്നമാണ്. പിന്നെ വിൻഡോസ് ഹലോ സപ്പോർട്ട് അല്ലാതെ നമുക്ക് പിന്നെ അടിച്ചു തരാം. ഓക്കെ, ഞാൻ നേരത്തെ ഇതെല്ലാം സെറ്റപ്പ് ചെയ്തുകൊണ്ടാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഫുൾ സെറ്റ് കീബോർഡ് കാണാം.
പക്ഷേ ഇവിടുത്തെ ബാക്ക്ലിറ്റ് കീബോർഡ് അല്ല, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അത് ആഗ്രഹിച്ച് നോക്കുന്നവർ, ഞാൻ ആഗ്രഹിച്ച് നോക്കിയതാണ്, പക്ഷേ ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. കീബോർഡൊക്കെ നല്ല യൂസ് ചെയ്യാൻ നല്ല സുഖമുള്ള കീബോർഡാണ്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് നംപാഡ് ഒരുപാട് യൂസ് ചെയ്യുന്നവർക്ക് എൻ്റർ കീ ചിലപ്പോൾ എൻ്ററും സീറോയും ഡിലീറ്റും തമ്മിൽ മാറാനുള്ള ചാൻസ് ഉണ്ട്. ഞാൻ കുറേ യൂസ് ചെയ്ത് മാറിയായിരുന്നു. പിന്നെ ഡെഡിക്കേറ്റഡ് കോപ്പൈലറ്റ് കീ ഉണ്ട്. പക്ഷേ 16 GB റാം വേരിയൻ്റ് എടുക്കുന്നവർക്ക് മാത്രമേ ഈ കോപ്പൈലറ്റ് കീ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്കിയൊക്കെ സ്ഥിരം ലാപ്ടോപ്പ് പോലെയാണ്. പിന്നെ ഇവിടെ ഫങ്ഷൻ ലോക്ക് ഉണ്ട്, ശ്രദ്ധിക്കുക. ബാക്കി സ്റ്റാൻഡേർഡാണ് ഫങ്ഷൻ കീസ് എല്ലാം. ഈ അറ്റ് ദ മൊമെന്റ് ഞാൻ ലോക്ക് ചെയ്തിട്ടില്ല, സോ എല്ലാ ഫങ്ഷൻസും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ ആദ്യം സെറ്റപ്പ് ചെയ്ത സമയത്ത് ബ്രൈറ്റ്നസിന് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്ഡേറ്റിന് ശേഷമാണ് ഈ ബ്രൈറ്റ്നസ് കീയുടെ ഇഷ്യൂ മാറിയത്. അപ്പോൾ അതും കൂടെ ശ്രദ്ധിക്കുക വാങ്ങിക്കുന്നവർ. ബാക്കിയൊക്കെ യൂസ് ചെയ്യാൻ നല്ല ടാക്ടൈലും നല്ല സുഖമാണ് യൂസ് ചെയ്യാൻ. കീസ് എല്ലാം ടച്ച് പാഡും നല്ല സുഖമുള്ള ടച്ച് പാഡാണ്. ആവശ്യത്തിന് ഇത്തിരി സ്മോളാണ് ട്രാക്ക് പാഡ്, പക്ഷെ യൂസ് ചെയ്യാൻ. പിന്നെ ബോഡി പറയുകയാണെങ്കിൽ ബോഡി പോളികാർബണേറ്റാണ്, പക്ഷെ നല്ല അങ്ങനെ കണ്ടാൽ നമ്മൾ പറയത്തില്ല, നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ മിലിറ്ററി കിറ്റ് സ്റ്റാൻഡേർഡ്സ് കൊണ്ടിട്ടുണ്ട്. കറക്റ്റ് സ്പെസിഫിക്കേഷൻ എനിക്ക് അറിയത്തില്ല, പക്ഷെ നല്ല ക്വാളിറ്റി സാധനമാണ്. നമുക്ക് തൊടുമ്പോൾ തന്നെ ഫീൽ ആവുന്നുണ്ട് അതിൻ്റെ ക്വാളിറ്റീനെ പറ്റി. പിന്നെ പറയുകയാണെങ്കിൽ ഇനി ഇതിൻ്റെ പോർട്സിലേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ക്ലിയർ ആയിട്ട് കാണാം. ഇവിടെ ആദ്യത്തെ 2 ടൈപ്പ് സി പോർട്സ് ഉണ്ട്. 2 പവർ സപ്പോർട്ട് ചെയ്യുന്നതാണ്. HDMI 1.4 ആൻഡ് നമുക്ക് നോർമൽ USB A ടൈപ്പ് പോർട്ട് കാണാം. പിന്നെ ഇവിടെ ഹെഡ്ഫോൺ ജാക്കും കാണാം. ആൻഡ് ഹെഡ്ഫോൺ ജാക്ക് ഓർ മൈക്ക് കോംബോ ആണ് ഇവിടെ വരുന്നത്. അപ്പർ സൈഡിലോട്ട് പോകുമ്പോൾ അപ്പർ സൈഡ് പോയിട്ട് നമുക്കിവിടെ വീണ്ടും ഒരു USB A ടൈപ്പ് പോർട്ട്, ഒരു കെയിൻ സിഗ്നൽ ലോക്കും പിന്നെ RJ45 ഇതർനെറ്റ് കണക്ടർ മാത്രം കാണാൻ സാധിക്കുന്നത്. ഇത് മറ്റ് ലാപ്ടോപ്പിൽ ഈ പ്രൈസ് റേഞ്ച് വെച്ച് കൂടുതൽ പോർട്സും ഫെസിലിറ്റീസ് നമുക്ക് തരുന്നുണ്ട് എന്ന് നമുക്ക് നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിൽ 15.6 ഇഞ്ച് ആൻറ്റി ഗ്ലെയർ വൈഡ് വ്യൂ ഡിസ്പ്ലേ ആണ്. ഡിസ്പ്ലേ ക്ലാരിറ്റി തന്നെ നമുക്ക് കാണാവുന്നതാണ്. നല്ല ക്ലിയർ ഡിസ്പ്ലേ ആണ്. ഈ പ്രൈസിന് ഹൈലി റെക്കമെൻഡഡ് ടൈപ്പ് ഡിസ്പ്ലേ ആണ്. നല്ല ബ്രൈറ്റ് ആണ്. 300 നിറ്റ്സ് അടുപ്പിച്ച് ബ്രൈറ്റ്നസ് ഉണ്ട്. പിന്നെ ഫുൾ HD ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി കേൾക്കണമെങ്കിൽ 2.5 ഡിറാക്കാണ്. അത് ഞാൻ ക്ലിയർ ആയിട്ട് കേൾപ്പിച്ചു തരാം. So it's a pretty good quality for this price. And let's see. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 16 GB റാമും 512 GB സ്റ്റോറേജ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ എടുത്ത വേരിയൻറ്റിൽ. പിന്നെ ഈ വേരിയൻ്റ് എന്ന് പറയുന്നത് i3 1315U വരുന്ന വേരിയൻ്റാണ്. അത് മാത്രമല്ല ഇത് കോപ്പറേറ്റർ ഉണ്ട്. കാരണം കോപ്പറേറ്ററിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഫീച്ചേഴ്സ് 16 GB റാം ഉള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ ചെക്ക് ചെയ്തിട്ടില്ല. പുതിയ ലാപ്പാണ്. ചെക്ക് ചെയ്തിട്ട് ഞാൻ കൂടുതൽ ഇതിൻ്റെ പുതിയ അപ്ഡേറ്റ്സ് തരുന്നതാണ് വൈകാതെ തന്നെ. പിന്നെ ഇന്റൽ UHD ഗ്രാഫിക്സ് ആണ് ഇതിലുള്ളത്. IRIS-Xe ഗ്രാഫിക്സ് കിട്ടിയതിനെ, പക്ഷേ i5 i7 വേരിയൻസിലാണ് IRIS-Xe വരുന്നത് ഈ സെയിം ലാപ്പിന്. അപ്പോൾ കുറച്ചുകൂടെ ഗ്രാഫിക് ഇൻറ്റൻസീവ് വർക്ക് ചെയ്യാൻ ആഗ്രഹമുള്ളവർ i5 i7 എടുക്കുമ്പോൾ അവിടെ IRIS-Xe കിട്ടുന്നതാണ്, വിച്ച് ഇസ് എ ബെറ്റർ ഗ്രാഫിക്സ്. സോ പ്ലീസ് ലുക്ക് ഔട്ട് ഫോർ ദാറ്റ്. നമുക്കിതിൻ്റെ ക്യാമറയും കൂടെ ഒന്ന് ചെക്ക് ഔട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, 70p ക്യാമറയാണ്. സോ സാധാരണ നോർമൽ ക്യാമറയിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്നത് നമുക്ക് ഇതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ലെറ്റ്സ് സീ. അപ്പോൾ ട്രാക്കിംഗ് ഉണ്ട്. നീങ്ങുന്നതനുസരിച്ച് ക്യാമറയും നീങ്ങുന്നുണ്ട്. ഇതെന്തുമാത്രം ക്ലിയർ ആണെന്ന് അറിയത്തില്ല ഇതിൽ. ബട്ട് ഈ
ക്യാമറയുടെ ഒരു വീഡിയോ കൂടെ ഞാനിപ്പം എല്ലാം ആഡ് ചെയ്തേക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾ പറയാം ക്യാമറ ക്വാളിറ്റി മൈക്ക് ക്വാളിറ്റി എങ്ങനെയുണ്ട്. ഓക്കെ, ഇപ്പം ഞാൻ അസ്യൂസ് എക്സ്പേർട്ട് ബുക്ക് P1 ഒരു ക്യാമറ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യാണ്. മൈക്കും വീഡിയോ ക്വാളിറ്റിയും എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ തന്നെ പറയാം. 70 ക്യാമറയാണ്, ബാക്കിയൊക്കെ നിങ്ങളുടെ ഒപ്പീനിയൻ പോലെ. ഞാനിത് വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാം കണ്ടെന്ന് വിശ്വസിക്കുന്നു. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. പറയാൻ അന്ന് ആലോചിച്ച് സമയം കളയാണ്. ഓക്കെ, മുന്നേ കാണിച്ചത് എന്തുമാത്രം ക്ലിയർ അല്ല എന്ന് ഉറപ്പില്ലാത്തതുകൊണ്ട് ചാർജർ ഒന്നുകൂടെ എടുത്തു. ഇതിൽ ക്ലിയർലി വിസിബിൾ ആണ് 65 വാട്ട്. ഓക്കെ, ഇത് ടൈപ്പ് സി ചാർജിങ് ആണ്. ഡിസീസിൻ്റെ സ്കെയിൽ യൂസ് ക്ലിയർ ആഫ്റ്റർ ആൻഡ് ടൈപ്പ് സി ചാർജിങ്. നിങ്ങളുടെ മൊബൈൽ ചാർജ് 65 വാട്ടിന് മേളിലുണ്ടെങ്കിൽ വർക്കാവണം. ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ പിന്നത്തെ വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന ഒരു ടിപ്പിക്കൽ മലയാളിയെ പോലെയാണ്. ഷോറക്കാനും ആദ്യം വാങ്ങിച്ച് പിന്നെ ഒരിക്കലും ഉപയോഗിക്കാതിരിക്കാനും ഞാൻ മേടിച്ചു ഒരു വയർലെസ് കീബോർഡ് മൗസ്. അതും കൂടെ ഈ കൂട്ടത്തിലൊക്കെ കാണിക്കാൻ വിചാരിച്ചു. വേറൊന്നുമില്ല, അധികം കോസ്റ്റ് ചെയ്യുന്നില്ല. ചീപ്പ് സാധനമായിരുന്നു സെബ്രോണിക്സിൻ്റെ. ചീപ്പ് അതായത് കോസ്റ്റ് എഫക്റ്റീവ് സാധനമായിരുന്നു സെബ്രോണിക്സിൻ്റെ. സെബ്രോണിക്സ് പണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ചീപ്പ് സാധനങ്ങൾ, പക്ഷേ അത്യാവശ്യം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡാണ്. ഇത് തന്നെ ഒരു 500 റുപ്പീസിന് ഞാനിപ്പോൾ കഴിഞ്ഞ സൈഡിൽ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. കമ്പാനിയൻ നോട്ട് 7. ഇത് അൺബോക്സിംഗ് ആണ്. ഇതൊരു യൂസ് ചെയ്തിട്ടില്ല, പൊട്ടിച്ച് കൊടുക്കുകയായിരുന്നു, ആദ്യം യൂസ് ചെയ്തിട്ടില്ല. ഓക്കെ, തരുന്നില്ല. സിമ്പിൾ കീബോർഡ് നോക്കാണ്. അധികം ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടത്തുന്നതിന് സഹായിക്കുന്ന എന്താണ് കീബോർഡ് നോക്കാം. ഓക്കെ, കീബോർഡ് ഇതിൽ വരുന്നത് ബാക്കിൽ ഒരു AA ബാറ്ററി വരണം. ഇത് ഞാൻ വാങ്ങി ഇട്ടായിരുന്നു. ഓക്കെ, AA ബാറ്ററി ആൻഡ് മൗസ്. ഓക്കെ, ഇതിൽ വരുന്നത് 2 AAA ബാറ്ററിയാണ്. അത് ഞാൻ വാങ്ങിച്ചിട്ടായിരുന്നു. പിന്നെ അതിൻ്റെ ബ്ലൂടൂത്ത് ഡോങ്കിൾ. ഓക്കെ, ഡോങ്കിൾ ഡിഫറൻസ് ഒന്നുമില്ല, സ്ഥിരമുള്ള ഇത് തന്നെ. ഓക്കെ, ടെസ്റ്റ് ചെയ്ത് ഓക്കെ, നല്ല റെസ്പോൺസീവാണ്, കുഴപ്പമൊന്നുമില്ല. എടുത്ത് ട്രൈ ചെയ്തു. ഓക്കെ, ഞാൻ പറയാൻ മറന്നു തോന്നുന്നു. നമുക്ക് ഇതിൻ്റെ കൂടെ ഓഫീസ് 24 പറഞ്ഞതിന് മുന്നേ പറഞ്ഞാൽ ഞാൻ കാണിച്ചിരുന്നു. പക്ഷേ ഏതെന്നല്ല, നമ്മളത് എല്ലാം സെറ്റപ്പ് ചെയ്ത് ലോഗിൻ ചെയ്ത് വേർഡ് ഓപ്പൺ ചെയ്ത് നമ്മുടെ സാധാ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് കണക്ട് ചെയ്യുക. അക്കൗണ്ടില്ലാത്ത ക്രിയേറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രോസസ് നിങ്ങൾ ഐ ഡിയിൽ ചെയ്ത് പോയിക്കോളും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ലാസ്റ്റ് നിങ്ങളുടെ അക്കൗണ്ടിൽ, അത് ജിമെയിൽ ഐ ഡിയിൽ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടിൽ ഒരു ഓഫീസ് സെറ്റാവും. അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇതിപ്പോൾ എൻ്റെ ആത്മീയ ഇട്ടേക്കുന്നതാണ് ഇങ്ങനെ ഇരിക്കുന്നത്. ഹായ് ഹലോ, how are you? Are you fine? What? Okay, really good. Thanks for look. Go on. Effective. Okay. എനിക്കിത് കിട്ടിയപ്പം ഈ കൺട്രോൾ കീയൊക്കെ ഊരി വന്നാണ് അത് കാണുന്നത്. പക്ഷെ തിരിച്ചെടുത്ത് വെച്ചു. വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്കത് തൊടുമ്പോൾ തന്നെ അറിയാം ചീപ്പാണ്, ക്വാളിറ്റി കുറവാണ്. പക്ഷെ നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടന്നു പോകുന്നുണ്ട്, കുഴപ്പമില്ല. തിരിക്കുമ്പോൾ തന്നെ അത്ര ബിൽട്ടൊന്നും അത്ര സ്ട്രോങ് അല്ല, നല്ല ഫ്ലെക്സിബിളായിട്ട് കാണാം. ബട്ട് ഫോർ ദ പ്രൈസ് ഇറ്റ് വർക്ക്സ് റിയലി വെൽ. സോ I'm satisfied. Do it.
Okay, so that's the end. Hope you had a really good time. Please like, share and subscribe. Good day. എൻ്റെ ESUS എക്സ്പേർട്ട് ബുക്ക് P1 അൺബോക്സിങ് ആൻഡ് ചെറിയ ഒരു ഓപ്പണിംഗ് റിവ്യൂസ് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. മറ്റെന്തെങ്കിലും അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതാണ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.